ഞാൻ ഒളിച്ച ഇരുട്ടിലേക്ക് അവൾ തുറിച്ചു നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്നുള്ള വെളിച്ചം തട്ടി ഞാൻ വെളിപ്പെടുമെന്ന് പേടിച്ച് ഇരുട്ടിൻ്റെ ചെറിയ പൊത്തിൽ ഞാൻ ഒളിക്കാൻ ശ്രമിച്ചു. കെട്ടിടമോ ഭരണസമിതിയോ ഇല്ലാതെ ഒരു വായനശാല ഇവിടെ പ്രവർത്തിക്കുന്നു. വായിക്കുന്ന പുസ്തകങ്ങൾ പരമാവധി ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്ന താല്പര്യത്തോടുകൂടി 5 വർഷം മുമ്പ് കാസർഗോഡ് ഡിപ്പോ കേന്ദ്രമാക്കി ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് കോവിഡ് കാലത്തോടുകൂടി എല്ലാവരും വീട്ടിലടച്ചിട്ടിരുന്ന സമയത്ത് അവരവർ വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കേരളത്തിലാകമാനമുള്ള സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മ വ്യാപിപ്പിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഇവർ ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി പുസ്തകങ്ങൾക്കായി മാറ്റിവെക്കും. ഇത്തവണ ചർച്ച കാസർഗോഡിന്റെ ചരിത്രം പറയുന്ന KN പ്രശാന്തിന്റെ പൊന്നത്തെക്കുറിച്ചാണ്. 4 തലമുറയിൽപ്പെട്ട സ്ത്രീകളായ ഉച്ചിര, ചിരിത, പാർവതി, രമ്യ എന്നിവരിൽ കൂടി ആ ഒരു കഥാപശ്ചാത്തലത്തെ വായിച്ചറിയാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. വടക്കേ മലബാറിലെ അതുപോലെ തുളുനാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ സമര പോരാട്ടങ്ങളുടെ ഒരു കഥ കൂടിയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പൊന്നത്തിന് അതിന് വായനയ്ക്ക് അനവധിയായ സാധ്യതകളുണ്ട്. വായനക്കാർ മാത്രമല്ല, ചിലപ്പോഴൊക്കെ എഴുത്തുകാരും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറുന്നുണ്ട്. ഇന്ന് പുനമെന്ന ആ ഒരു വലിയ നോവൽ, ഒട്ടേറെ മലയാളികൾ ചർച്ച ചെയ്ത നോവലിൻ്റെ ആ ഒരു എഴുത്തുകാരൻ പ്രശാന്ത് മാഷ് ഇന്ന് നമ്മളോട് ഭാഗമായി മാറുന്നുണ്ട്. KSRTC എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ദുർഘടമായ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജീവനക്കാരെ സംബന്ധിച്ചും വളരെ ക്ലേശകരമായ അവസ്ഥയാണ് ഇപ്പോൾ. അതിൽ നിന്നൊക്കെ മറികടക്കാൻ വായനയെ ചേർത്ത് പിടിക്കുന്നു, സർഗാത്മകതയെ കൂടെ നിർത്തുന്നൊക്കെ പറയുന്നത് വലിയ അതിശയവും സന്തോഷമായിരുന്നു ആദ്യം കേട്ടപ്പോൾ. വായനയും ചർച്ചയും മാത്രമല്ല, ഒരു പുസ്തക ബാങ്കും ഇവർ നടത്തുന്നുണ്ട്. കോവിഡ് കാലം തൊട്ട് ഇന്നുവരെ ഈ കൂട്ടായ്മ വിതരണം ചെയ്തത് 2500-ലധികം പുസ്തകങ്ങളാണ്. ഇവർ തന്നെ മുൻകൈയെടുത്ത് 2 പുസ്തകങ്ങളുടെ പ്രകാശനവും നടത്തിയിട്ടുണ്ട്. വായന മരിക്കുന്നു എന്ന് നാട് മുഴുവൻ വിലപിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇവിടെയുള്ളത് കേവലം വായനക്കാർ മാത്രമല്ല, എഴുത്തുകാർ കൂടിയാണ് എന്നതിൻ്റെ ഒരു ഉത്തമോദാഹരണമാണ് എനിക്ക് ഇവിടെ നിന്ന് ഇവർ സമ്മാനിച്ച ഈ പുസ്തകം. പ്രിയപ്പെട്ട ഈ വായനക്കൂട്ടത്തിനോടൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. സാരംഗ് ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. KSRTCയിൽ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഡ്യൂട്ടി പ്രഷറൊക്കെ ഉണ്ടാകും. അതിനിടയിൽ വായനയുടെ വഴിയിൽ കൂടിയും അവർ സഞ്ചരിക്കുന്നുണ്ടല്ലോ. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സംവിധാനം? KSRTC ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ കുറേ ജീവനക്കാർ നിൽക്കുന്നു, സ്റ്റേഷൻ മാസ്റ്ററും മറ്റ് പല സംവിധാനങ്ങളും. പിന്നീട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കണ്ടക്ടറും ഡ്രൈവറും. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഞാൻ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയത്. പക്ഷേ അവിടെ കണ്ട കാഴ്ച എന്നെ ആകെ ഞെട്ടിച്ച് കളഞ്ഞു. അവിടെ ഒഴിഞ്ഞിരിക്കുന്ന KSRTC ബസ്സിനകത്ത് ഒരു കൂട്ടം ജീവനക്കാരിരുന്നിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾക്കൊക്കെ അറിയാം, സാധാരണ കുറച്ച് ആളുകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പരദൂഷണം പറഞ്ഞ് ആ രീതിയിലൊക്കെ പോയി, അല്ലെങ്കിൽ കൂടെയുള്ള ഒരാളെ കളിയാക്കി പരിഹസിച്ചിരിച്ച് ഇപ്പോഴത്തെ ഭാഷയിൽ എയറിലാക്കുക എന്നൊക്കെ പറയും. ആ രീതിയിലൊക്കെ ചെയ്യുന്ന സമാനമായ സാഹചര്യങ്ങളുടെ സമയത്ത് അതിനൊന്നും നിൽക്കാതെ വളരെ സൂക്ഷ്മമായിട്ട് പുതിയ പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്തു പോവാണ് അവർ ചെയ്യുന്നത്. നമ്മൾക്കൊരു വായനശാല തുടങ്ങണമെങ്കിൽ കെട്ടിടങ്ങളോ ഭരണസമിതിയോ വലിയ ഫണ്ടോ ഒന്നും വേണ്ട എന്ന് തന്നെ അവർ തെളിയിക്കുന്നുണ്ട്. കേവലം KSRTC ബസ്സുകൾ മാത്രം ഉപയോഗിച്ച് കൊറോണ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു പദ്ധതിയുടെ ഒരു മേന്മ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കേരളത്തിൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ അവർ KSRTC ബസ്സുകൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ എത്തിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ എത്തിക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ മാതൃഭൂമി ബുക്സിൻ്റെ സ്റ്റാളിൽ നിന്നാണ് അവർ ഈ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഈ കൂട്ടായ്മയിലെ 200ഓളം വായനക്കാർ കൂട്ടമായിരുന്നു വായിക്കുന്നത് കാസർഗോഡിന്റെ ചരിത്രം മുഴുവനായി തന്നെ ആലേഖനം ചെയ്തു എന്ന് നമ്മൾക്ക് പറയാവുന്ന. ശരി സാരംഗ്.